ശ്രീ അനിൽകുമാർ, ശ്രീ ഷാഫിച്ചാലും ചൂണ്ടിക്കാണിക്കുന്ന എന്താണ് ഇപ്പോൾ ഇന്ന് കെ എം ഷാജി വായിക്കുകയും ചെയ്തു ആ സർക്കുലർ. അതായത് 2023 അല്ല 4/11/2023 ഗവൺമെന്റ് ഓഫ് കേരള ഇറക്കിയ സർക്കുലറാണ്. PMAY നഗരം പദ്ധതി പ്രകാരം നിർമ്മിക്കുന്ന വീടുകളിൽ ലോഗോ പതിപ്പിക്കുന്നത് സംബന്ധിച്ച് കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രാലയത്തിന്റെ മാർഗ്ഗരേഖ നിഷ്കർഷിക്കുന്നുണ്ട്. മാർഗ്ഗരേഖയിൽ അനുശാസിക്കുന്ന രീതിയിൽ സംസ്ഥാനത്ത് PMAY നഗരം പദ്ധതി പ്രകാരം നിർമ്മിച്ച വീടുകളിൽ ലോഗോ പതിപ്പിക്കണമെന്ന് സൂചന. അങ്ങനെ പതിപ്പിക്കണം എന്നൊക്കെ പറയുന്ന സർക്കുലറാണ് ആ കാര്യം. ശ്രീ കെ അനിൽകുമാർ, ഈ നമ്മൾ കൊടുക്കുന്ന 4 ലക്ഷം രൂപയ്ക്ക് ഒരു വീട് വെക്കാൻ പറ്റുമോ? പാടാ. എന്നാൽ പോലും നമ്മുടെ പരിമിതിക്ക് അത്ര കൊടുക്കാൻ പറ്റുള്ളൂ ലൈഫിൻ്റെ കാലത്ത്. ഇനിയും അത്ര കൊടുക്കാൻ കഴിയുള്ളൂ. അതിനകത്ത് തന്നെ തുലോം തുച്ഛം കുണിശമായി കിട്ടുന്ന ഈ പണമാണ് കിട്ടുന്നത് സാധനം. അതിനകത്ത് എന്തോന്ന് ലോഗോ സാർ? ഏത് ലോഗോ? ഇന്ത്യയിലെ ഫാസിസ്റ്റ് ഭരണകൂടം കോർപ്പറേറ്റുകൾക്ക് സഹായം കൊടുക്കുന്ന കോടികൾ ചെങ്ങാത്ത മുതലാളിത്തത്തിൻ്റെ ഭാഗമായി അവർ കൈമാറിക്കൊണ്ടിരിക്കുന്ന രാജ്യസമ്പത്ത്, പ്രകൃതി വിഭവങ്ങൾ, ഇതെല്ലാം മറച്ചു വെക്കാനാണ് ഞങ്ങൾ ഉജ്ജ്വല യോജന, PMSY അല്ലെങ്കിൽ ഈ PMAY, ഇതുപോലെ തന്നെ ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ, അതിന് ചെറിയൊരു പൈസ തന്നിട്ട് അതിൻ്റെ ബോർഡ് എല്ലായിടത്തും വെക്കണം. ഇങ്ങനെ ഓരോ പദ്ധതിയിലും ബ്രാൻഡിങ് വേണമെന്ന ഒരു നയത്തിലേക്ക് നരേന്ദ്രമോദി സർക്കാർ എത്തിയത്. ബ്രാൻഡിങ് എന്താണ്? നമ്മുടെ രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും കേന്ദ്ര സർക്കാരിന് കിട്ടുന്ന നികുതിയിലെ ഒരു ഭാഗം കേന്ദ്രാവിഷ്കൃത പദ്ധതികളാണ്. കൺകറന്റ് ലിസ്റ്റ് വരുന്ന ഭാഗങ്ങളിൽ കേന്ദ്രവും പണം ചെലവ് ചെയ്യണം. കേന്ദ്ര സർക്കാർ ആദ്യം ചെയ്തത് 75% ഫണ്ട് കേന്ദ്രവും 25% ഫണ്ട് സംസ്ഥാനങ്ങളും എന്നായിരുന്നു കേന്ദ്ര സംസ്ഥാന പദ്ധതികൾ, ആവിഷ്കൃത പദ്ധതികളിലെ ഷെയർ. ഇപ്പോൾ ബഹുമാനപ്പെട്ട ഷാഫി ചാലിയും പറഞ്ഞ പോലല്ല, ഇപ്പോൾ 60-40 ആക്കി. ഇപ്പോൾ വരാൻ പോകുന്ന ഈ ജൂലൈ 1 നടപ്പാക്കാൻ പോകുന്ന ഈ തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരമുള്ള ഈ BMG റാംജി പദ്ധതി ഉണ്ടല്ലോ, അതിന് 60-40 ആണ്. അതിൻ്റെ ഭാഗമായിട്ടോ ഇപ്പോൾ ബീഹാർ തന്നെ അവർക്ക് നിലവിൽ തൊഴിലുറപ്പിൽ കിട്ടിക്കൊണ്ടിരുന്ന പൈസ 4600 കോടിയാണെങ്കിൽ 16,000 കോടി ഇപ്പോൾ അവർ മുടക്കണം, 19,000 കോടി അവർ മുടക്കണം. ബീഹാറുകാരുടെ അവസ്ഥയാണ്. അപ്പോൾ ഓരോ സംസ്ഥാനങ്ങളും കൂടുതൽ പണം മുടക്കേണ്ടതാണ് കേന്ദ്രം ചെയ്യുന്നത്. അങ്ങനെ ചെയ്തിട്ട് അത് ബ്രാൻഡ് ചെയ്യണം, കേന്ദ്ര പദ്ധതിയാക്കുകയാണ്. അപ്പം 40% കേരളം കൊടുത്തിട്ട് ഈ തൊഴിലുറപ്പ് പദ്ധതിയുടെ എല്ലാ മാനദണ്ഡങ്ങളും കേന്ദ്രം ഉണ്ടാക്കുകയാണ്. നിങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല, ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ നാട്ടിൽ പദ്ധതി നടപ്പാക്കാൻ പറ്റില്ല. അപ്പോൾ കേന്ദ്രം ഇങ്ങനെ സംസ്ഥാനങ്ങൾക്ക് മേലെ കടന്നാക്രമണം നടത്തുന്നത് കൊണ്ട് സംസ്ഥാനങ്ങൾ പ്രതിരോധിക്കും. ഇന്ന് തന്നെ ഈ പദ്ധതിക്കെതിരെ 3 BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ പ്രതിഷേധിച്ചിരിക്കുകയാണ്. അത്തരം ഒരു സന്ദർഭത്തിലാണ് കേരളത്തിൽ അധികാരത്തിൽ വന്ന UDF സർക്കാർ ഞങ്ങൾ കേന്ദ്ര സർക്കാരുമായി അൺഹെൽത്തി കോമ്പറ്റീഷനില്ല, ഏറ്റുമുട്ടലിനില്ല എന്ന നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. ഈ പദ്ധതിയിലെ നിലപാട് മാത്രമല്ല, സമഗ്രതയിൽ കാണണം. ഇപ്പോൾ കാർഷിക സർവകലാശാലയിൽ BJPക്കാരിയായ ഒരു ആളെ, ഒരു പ്രൊഫസറെ അവിടുത്തെ VC ആക്കി നിയമിച്ചു. BJPക്ക് 3 സീറ്റല്ലേ ഉള്ളൂ. കേരളത്തിലെ എല്ലാ സർവകലാശാലകളിലും BJPക്കാരെ VCമാരാക്കുക എന്നുള്ള മാൻഡേറ്റ് കേരളത്തിലുണ്ടോ? പരാതി ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാർക്കുണ്ടോ? 19 പേരെ കോട്ടയത്തെ സർവകലാശാലയെ സെനറ്റ് തിരികെ കയറ്റിയപ്പോൾ ഞങ്ങൾക്ക് പരാതിയുണ്ട് എന്ന് ശക്തമായി പറഞ്ഞാൽ ഇത് ആവർത്തിക്കുമോ? ഇന്നും T സിദ്ദിഖ് ഒരു നേർത്ത ശബ്ദത്തിൽ പോലും തെറ്റാണ് കാണിച്ചത്, മര്യാദകേടാണ്, അന്തസ്സില്ലായ്മയാണ്, എന്ത് മര്യാദയാണ് BJPക്കാരിയെ ഒരു VC ആക്കാനുള്ള ചുമതല ചോദിച്ചില്ല. എന്തുകൊണ്ട് ശബ്ദം നേർത്തു പോകുന്നു? അതുകൊണ്ട് KM ഷാജി മാത്രമല്ല, കോൺഗ്രസ് നേതാക്കന്മാരല്ല, UDF നേതാക്കന്മാരെല്ലാം നിലപാട് മാറ്റിയിരിക്കുന്നു. മോദി നേരിട്ട് അധികാരം പിടിച്ച പോലെയാണ് ഇന്ന് കേരളത്തിലെ UDF പ്രവർത്തിക്കുന്നത്. ഒരു പദ്ധതിയിലല്ല, എല്ലാ പദ്ധതികളിലും. ഇവിടെ 2023 സർക്കുലർ വെച്ചാണ് ഇന്ന് മുസ്ലിം ലീഗ് നേതാവ് നാണം മറയ്ക്കാൻ ഉപയോഗിച്ചത്. യഥാർത്ഥത്തിൽ ലൈഫ് മിഷൻ ആരംഭിച്ചത് എന്നാണെന്ന് അദ്ദേഹത്തിന് അറിയാമോ? 2016 പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴാണ്. അന്ന് നടത്തിയ സർവേയിൽ കേരളത്തിൽ കണ്ടെത്തിയത് 8,94,000 കുടുംബങ്ങൾക്ക് ലൈഫ് മിഷനിൽ വീട് വേണമെന്നാണ്. അതിൻ്റെ അന്തിമ പട്ടികയുണ്ടാക്കി, പരസ്യം കൊടുത്ത് അന്തിമ പട്ടികയുണ്ടാക്കി. 8,94,000 പേർക്ക്. പിന്നെ 10 കൊല്ലത്തിനിടയ്ക്ക് കുറേ പേർ കൂടെ വീട് വേണ്ടി വന്ന് കാണും. പക്ഷേ 8,94,000 കണക്ക്. അതിൽ 5,783,000 പേർക്ക് വീട് കൊടുത്തു കഴിഞ്ഞു. നിങ്ങളുടെ KM ഷാജി നിയമസഭയിൽ വായിച്ച പോലെ 15 ലക്ഷം അല്ല, 5 ലക്ഷം മാത്രമേ ഉള്ളൂ. 5,783,000 പേർക്ക്
ഫുൾ പേയ്മെൻറ്റ് കൊടുത്ത് വീട് പൂർത്തിയാക്കി കഴിഞ്ഞു. ബാക്കി 1,05,582 കുടുംബങ്ങളുടെ വീടുകളെന്ന് പറയുന്നത് പല നിർമ്മാണ ഘട്ടത്തിലാണ്, പല സ്റ്റേജുകളിൽ പണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് അതിൻ്റെ സ്റ്റാറ്റസ്. ഇതിനാണ് 21,300 കോടി രൂപ ഖജനാവിൽ നിന്നും കഴിഞ്ഞ മാർച്ച് 31 വരെ ചിലവായി. അത് കഴിഞ്ഞുണ്ടോ ഇല്ലോ എന്ന് എനിക്കറിയില്ല. ചിലവ് മാർച്ച് 31 വരെ 2,368 കോടി രൂപയാണ് അതിൽ കേന്ദ്ര വിഹിതമായി ഇതുവരെ കിട്ടിയത്. ഇവിടെ KM ഷാജി എന്ന് പറയുന്നത് കേട്ടു, കേരളത്തിന് പണം ഇല്ലാത്ത കൊണ്ട് ഈ പദ്ധതി നടപ്പാക്കാൻ സർക്കാർ തുനിഞ്ഞില്ല. ഒരു വാദം. കേരളത്തിന് പണം ഇല്ലേ? കേരളമല്ല ഇത്രയും രൂപ മുടക്കിയത്, കേന്ദ്രം 10നും തുകയല്ലേ മുടക്കിയുള്ളൂ. രണ്ടാമത്തെ പ്രധാനപ്പെട്ട വാദം എന്താണ്? നിങ്ങൾ കുടുംബശ്രീയുടെ സർക്കിളിൽ തോണ്ടിയെടുക്കുന്ന 2023 ഇപ്പോൾ 2016 തൊട്ട് 23 വരെ ഇല്ലാത്തൊരു സർക്കിൾ 2023 എങ്ങനെ വന്നു? അത് മനസ്സിലാക്കണ്ടേ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.